ബിജിക്കുട്ടൻ ചേട്ടന്റെ കൂടെയായിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, രജനി ദേവൻ മകൻ, അങ്ങനെ ഒത്തിരി ആൾക്കാർ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിന്റെ ഒരു സീന് കണ്ടിട്ട്, ഒരു കോമഡി സീനായിരുന്നു, ഞാൻ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമുക്ക് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്കൊരു വേഷം തരുമെന്ന്. തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എന്റെ മാസികയിൽ വന്നിട്ടുണ്ട്, അത് എടുത്തോണ്ടാണ് ഞാൻ പോയത്. അപ്പം എനിക്ക് ആ വിജയ് സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് മഠത്തിലെ സാർ പറഞ്ഞത് എനിക്ക് പറ്റില്ല, അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു. പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാണ്. അതിൽ അസോസിയേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല, ഞാൻ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതുമായിരുന്നു. എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇത് എന്നോട് പറഞ്ഞു, അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക. 2014 അദ്ദേഹത്തിന്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു. ഞാനപ്പോൾ സാറിന്റെ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്. ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട്. അപ്പൊ സാറിന് സുഖമില്ല. അപ്പം സാറ് പറഞ്ഞു, ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു, തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു ഇത് സിനിമയായിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, എന്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു. അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളുടെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ സാറടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറെ രീതിയിലാണ്. പക്ഷെ അവർ ആരും ആയിക്കോട്ടെ, പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ബിഹേവിംഗ് അല്ല, അവരുടെ ക്യാരക്ടർ ഉണ്ട്, അതാണ് നമ്മൾ പുറമെ നമ്മൾ കാണാതെ. പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു എന്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ സാറത്ത് പറഞ്ഞു, സാർ ഇത് നടക്കൂല, അസോസിയേറ്റ് ഇങ്ങനെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു. ഞാനല്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ മറ്റൊരാളല്ലേ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് ശരിയാവില്ല. ഞാനിപ്പം എന്നെ അറിയാത്തവർ കുറച്ചായിരിക്കും. ഈ 2024 മാനാജർ എന്തിനു പറയുന്നത്, നമ്മൾ കമ്മീഷൻ ഓഫീസിൽ ആർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ്. എന്റെ അമ്മ 4 വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട്. ഈ കഴിവുണ്ടായിട്ടും എന്താ പറയാ, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം, 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്ക് തർക്കമുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. പിന്നെ എന്റെ കാറ്റും മഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ, അദ്ദേഹം മരിച്ചു ഈ അടുത്ത്. കാറ്റും മഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ്. ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടിക്കര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അദ്ദേഹം ഞാൻ വെസ്റ്റില് ഷൂട്ട് ഉണ്ടായിരുന്നു, കാറ്റും മഴ. ഉണ്ണിയുടെ മുകുന്ദൻ, മീന തന്നെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. അന്ന് എനിക്കൊരു വൈറ്റ് സാരി, ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങിൽ നിൽക്കുക. ഇന്നത്തെ കോലല്ല. അപ്പൊ പറഞ്ഞ ഈ കുട്ടി കൊള്ളാലോ, എന്തുകൊണ്ടാ സിനിമ കിട്ടുന്നില്ല, നല്ല വേഷം ചെയ്യാലോ. അപ്പൊ ഞാൻ സാറിനോട്ട് പറഞ്ഞു, സാറെ ഭംഗിയുണ്ടായിട്ടൊന്നും കാര്യമില്ല, ആരെങ്കിലും വേഷം തരണ്ടേ. സംഭവം ഇതാന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ സാറ് വിളിക്കുക, അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു. അതിനുശേഷം ഗുണ്ട ചെയ്തു, നാട്ടരങ്ങ് ചെയ്തു. അതിലൊക്കെ ഷാജി കൊടിയാൻ ഞങ്ങളുടെ കൂടെ എനിക്ക് ഒരു വൈഫായിട്ട് കിട്ടി. അപ്പം ചെറിയ പ്രായമാണ്, 18 വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല, തടിയുള്ളതുകൊണ്ട്. പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ. അങ്ങനെ വേഷങ്ങൾ ചെയ്തു. ഷാജി കൊടിയനൊക്കെയാണെന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ്. പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഒരു ഏജ് വരെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായപ്പോ, 2-ോ 3ാമത്തെ ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ആയിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിനാണ് സാറ് വിളിച്ചത്. കാരണം എന്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയി. എനിക്ക് സങ്കടം വരിക ഇപ്പോഴും പറയുമ്പോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും. ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കർ സാറാണ് എന്നെ വിളിച്ചത്. പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല. ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന വരെ ഞാൻ സ്തംഭിച്ചു നിന്നു. എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാൽ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തു, എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ, നമ്മൾ തമാശ പറയില്ലേ എരുമ മൂങ്ങുന്നൊക്കെ, അതുപോലെ കിടന്ന കാരണം ഞാൻ ഷാജി പട്ടിക്കര സാറ് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോഴാണ് സാറ് ഇത് അറിയുന്നത്. അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി, പ്രശ്നങ്ങൾ. പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ലൊക്കേഷനിൽ ഞാൻ ഉണ്ണിയേട്ടനെ കണ്ടപ്പോ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസാവാതെ ചോദിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, അത് റിലീസ് ആച്ചാൽ തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ട് കണ്ടതാണ്, അപ്പൊ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവര്. അപ്പൊ അത് അങ്ങനെയും പറഞ്ഞു. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മള് മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാൻ അത് ക്രോസ് ചെയ്തു. പിന്നെ സുധീഷ്, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ പോകുമ്പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക. കോളിൽ പോയി ഭാര്യയുടെയും എല്ലാം പറയാം. അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട്. എന്നിട്ട് ആരും ഒന്നും അറിയും. എനിക്ക് മനസ്സിലായത്,
ഇപ്പൊ ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർ വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു പട്ടിണിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും, അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെന്ന് പറയാൻ റൂമിൽ വന്ന് വാതിൽ മുട്ടാം. എന്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ വെടി എടുത്താന്ന് പറയും. എന്നിട്ട് അമ്മ എന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോവാം. അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ ഞാനൊരു പെൺകുട്ടിയാണ്, അമ്മയ്ക്ക് അമ്മേൻ്റെതായ, പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട്, നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരാൾ നമ്മൾ വന്ന് വാതിൽ മുട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നോട് ഇപ്പൊ സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ എനിക്ക് താല്പര്യമില്ല, ഞാൻ അപ്പം പറയണം. അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത്. നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല. അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത്. എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത്? കാരണം എന്തുകൊണ്ടാ? ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട്. ഒത്തിരി പറയാനുണ്ട്. ഇതിലിപ്പം ഇടവേള ബാബു, എന്താ പറയാ, മാമുക്കോ ഞങ്ങൾ അദ്ദേഹം മരിച്ചു. പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു. അതിനുള്ള എവിഡൻസ് ആണ് ഷാജി പട്ടിക്കർ സാറിന്. അവരെ ആരും ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഷാജി പട്ടിക്കർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പേര് ഇതുപോലെ തന്നെ വിനീഷ് മഠത്തിൽ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെ ക്യാരക്ടറിൽ അവരെങ്ങനെ എന്നോട് പെരുമാറുന്നു, എന്നോട് എങ്ങനെ പറയുന്നു, അതാ ഞാൻ നോക്കുന്നത്. അപ്പം അദ്ദേഹം എന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് പെണ്ണ് ചങ്കൂറ്റത്തോടെ വന്ന് ധൈര്യമായും പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതിന് ബിഗ് സല്യൂട്ട്. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഞങ്ങൾ ഇരയാണ്, ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല, ഞങ്ങളെ ഇന്ന ഒരു പ്രമുഖൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, റൂമിലേക്ക് വരാൻ പറഞ്ഞു, ഫോൺ ചെയ്തു, അശ്ലീല ചിത്രങ്ങൾ അയച്ചു, ഇതൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നത് കേട്ടു. പക്ഷെ ഇവരൊന്നും പറയാത്തൊരു കാര്യം, പേരാരും പറയുന്നില്ല, പ്രമുഖൻ, ഉന്നതൻ, അങ്ങനെ പറഞ്ഞങ്ങ് നിൽക്കുക. ഈ കുട്ടി വന്ന് പറയാൻ കാണിച്ച അവരുടെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല. ഇപ്പം നിങ്ങൾക്ക് പേരുകൾ കിട്ടിയില്ലേ? അവർക്കുണ്ടായ അനുഭവത്തിലുള്ള 4-5 പേരുകൾ അവർ ക്യാമറയുടെ മുമ്പിൽ വന്ന് ധൈര്യമായി പറഞ്ഞു. അപ്പോൾ അതിന് ആക്ഷൻ എടുക്കാമല്ലോ. 1 കോടിയിലധികം രൂപ മുടക്കി റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ എന്തായാലും ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, മരിച്ചവരിഞ്ഞ് വിട്ടേക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പേരുകളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ഷോക്കായി. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പല നടന്മാരുടെ പേരുകളും അതിൽ വന്നു. ഷോക്കായി. എന്താണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെയാണ് ഓരോരോ കാര്യങ്ങളും പ്രവർത്തികളും ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇരകൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടല്ലേ സാറുമാരെ. അതുകൊണ്ട് ഈ കുട്ടിയും അതിലൊരു ഇരയാണ്. പക്ഷെ അവരത് നോ എന്ന് പറയേണ്ടടുത്ത് ആ കുട്ടി നോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് മാനനഷ്ടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. എന്നാലും ഈ ഒരു സമയത്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചങ്കൂറ്റത്തോടെ വന്ന് പുറത്തു വന്ന് പറഞ്ഞല്ലോ, ആ ഒരു ധൈര്യം കാണിച്ചല്ലോ. അപ്പോൾ അതിനെ അഭിനന്ദിക്കുക മാത്രമല്ല, അന്ന് ഇതിന് മോശമായി പറഞ്ഞ ആൾക്കാർക്കെതിരെ നടപടി എടുക്കുകയും വേണം.